ആഗോള അയ്യപ്പ സംഗമത്തിന് യു.പി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ആശംസാ സന്ദേശം എങ്ങനെ വന്നുവെന്ന് ബി.ജെ.പി. പരിശോധിക്കുമെന്ന് പി.കെ. കൃഷ്ണദാസ് വ്യക്തമാക്കുന്നു. പമ്പയിൽ സർക്കാർ നടത്തിയ സംഗമത്തിന് അയ്യപ്പൻ വിളക്കിന്റെ ആളുപോലും ഉണ്ടായിരുന്നില്ലെന്നും പി.കെ. കൃഷ്ണദാസ് ന്യൂസ് 18 പറഞ്ഞു. യോഗിയുടെ സാധാരണ മുഖ്യമന്ത്രിമാരെ ക്ഷണിക്കാറുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ ഓഫീസാണോ ഈ സന്ദേശം കൊടുത്തതിൽ ഞങ്ങൾ അതിനെക്കുറിച്ച് പരിശോധിക്കുന്നുണ്ട്. ഞങ്ങൾ അതിനെക്കുറിച്ച് ആധികാരികമായ അഭിപ്രായം ഞങ്ങൾ പിന്നീട് വ്യക്തമാക്കുന്നതാണ്. ഇതാണ് പി.കെ. കൃഷ്ണദാസ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചത്. ഹൈന്ദവ സംഘടനകളുടെ ശബരിമല സംരക്ഷണ സംഗമം പന്തളത്ത് പുരോഗമിക്കുകയാണ്. രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നു. രഞ്ജിത്ത്, എങ്ങനെ പോകുന്നു? വിവിധ സെമിനാറുകളാണല്ലോ നടക്കുന്നത്. പി.കെ. കൃഷ്ണദാസ് ഇപ്പോൾ രഞ്ജിത്ത് രാമചന്ദ്രന്റെ ഒപ്പം ചേരുകയുണ്ട്. രഞ്ജിത്ത്, എന്താണ് അദ്ദേഹം പറയുന്നത്? തീർച്ചയായും സൈത്ത് പി.കെ. കൃഷ്ണദാസ് അദ്ദേഹത്തിന് എന്നോടൊപ്പം ഇപ്പോൾ തത്സമയം ചേരുകയാണ്. ശരി, നമ്മൾ ഈ ആഗോള അയ്യപ്പ സംഗമം അവിടെ നടത്തി. അന്ന് അവര് ദേവസ്വം മന്ത്രി വായിച്ചൊരു കത്ത് അത് യു.പി. മുഖ്യമന്ത്രിയുടേതായിരുന്നു. അങ്ങനെ സംഭവിച്ച ഏതെങ്കിലും തരത്തിലൊരു വീഴ്ച പറ്റിയതാണോ? അല്ലല്ല, ഞങ്ങളെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാന മുഖ്യമന്ത്രിമാർക്കും ക്ഷണിക്കുകയും കത്തയച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഏതായാലും ഈ മറുപടി അവിടെ വായിച്ച കത്ത് അത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അത് യോഗിജിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ട് അക്കാര്യം ഞങ്ങൾ ആധികാരികമായി അഭിപ്രായം ഞങ്ങൾ പിന്നീട് വ്യക്തമാക്കും. പാർട്ടി പരിശോധിക്കുന്നത് തന്നെയാണ്. അല്ല, നിങ്ങൾ ചോദിച്ച സാഹചര്യത്തിൽ അങ്ങനെ ഒരു കത്തുണ്ടോ ഇല്ലയോ എന്നുള്ളത് യോഗിജിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ പിന്നീട് വ്യക്തമാക്കുന്നത്. ഈ സമ്മേളനത്തിലും യോഗിയുടെ ഒരു ആശംസയുണ്ട്. തീർച്ചയായിട്ടും ഇത് ഞങ്ങൾക്കറിയാം, ഇങ്ങനെ ഒരു ആശംസ വന്നിട്ടുണ്ടെന്ന് അറിയാം. നമ്മുടെ എല്ലാ ഈ മുഖ്യമന്ത്രി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിക്ക് സംഘാടക സമിതി, അതായത് ശബരിമല കർമ്മസമിതിയും ഇതിന്റെ സംഘാടക സമിതിയും കത്ത് അയച്ചിട്ടുണ്ടായിരുന്നു. അതിന് മറുപടി വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു കത്തുണ്ടെങ്കിൽ തന്നെ അതിനെ പ്രൊജക്ട് ചെയ്ത ആ ഒരു ദേവസ്വം മന്ത്രിയുടെ നയത്തെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, അതിനെക്കുറിച്ച് ഞാൻ യോഗിജിയുടെ കത്ത് അവിടെ വായിച്ചു, അതിനെ പ്രൊജക്ട് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ചല്ല ഞങ്ങൾ കാണുന്നത്. സംസ്ഥാന സർക്കാരും അതുപോലെ ദേവസ്വം ബോർഡ് സംയുക്തമായി സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം വിശ്വാസികളും ഭക്തന്മാരും ബഹിഷ്കരിച്ചതുകൊണ്ട് അത് സമ്പൂർണമായ പരാജയമായിരുന്നു. വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെയും തുടർന്ന് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും മുന്നിൽ കണ്ടുകൊണ്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടി രാഷ്ട്രീയ നാടകത്തെ ഭക്തജനങ്ങളും വിശ്വാസികളും അത് പരാജയപ്പെടുത്തി. ആ രാഷ്ട്രീയ നാടകം പൊളിഞ്ഞ് പാളീസായത്. നമ്മുടെ സ്വാഭാവികമായിട്ട് അതിലെ ജനപങ്കാളിത്തം കണ്ടാൽ ആകെ അവർ പ്രതീക്ഷിച്ച അല്ലെങ്കിൽ അവർ പ്രഖ്യാപിച്ച പ്രതിനിധികളിൽ പകുതിയിലധികം അതിൽ കുറഞ്ഞ ആളുകൾ മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ. അതിൽ പ്രതിനിധികളല്ല, NGO യൂണിയന്റെ കുറെ പ്രവർത്തകര്, CITയുടെയും DYFIയുടെയും പ്രവർത്തകന്മാർ ആകെ പങ്കെടുത്തത്. മുഖ്യമന്ത്രി പ്രസംഗിച്ച് പോയതിനു ശേഷം അവർ മുഴുവൻ പോയി. പിന്നെ അനാഥമായിട്ടൊരു പന്തലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ചിട്ടുള്ള ഈ ആഗോള അയ്യപ്പ സംഗമം സമ്പൂർണ്ണ പരാജയം മാത്രമല്ല ഒരു പരിഹാസ്യമായിരുന്നു എന്നുള്ള തെളിവ്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടെ ഭക്തജനങ്ങളുടെ പങ്കാളിത്തം, വിശ്വാസികളുടെ പങ്കാളിത്തം, അതുകൊണ്ട് ഇവിടെ സമ്പന്ന. ഇവിടെ ഇരിക്കാൻ കസേരയില്ല പ്രതിനിധികൾക്ക്. ഇപ്പൊ പ്രതിനിധി സമ്മേളനത്തിൽ ഭക്തജനങ്ങളുടെയും വിശ്വാസികളുടെയും പ്രാതിനിധ്യം ഇങ്ങനെയാണെങ്കിൽ വൈകുന്നേരത്ത് ഈ അയ്യപ്പ സംഗമത്തിൽ എന്തായിരിക്കും അവസ്ഥ എന്നിപ്പോ ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ നോക്കൂ, നിങ്ങൾ ആരോടും ചോദിച്ചു, ഭക്തന്മാരുണ്ട്, വിശ്വാസികളുണ്ട്, ആധ്യാത്മിക ആചാര്യന്മാരുണ്ട്, അതേപോലെ തന്നെ വിവിധ ഹൈന്ദവ സംഘടനയുടെ പ്രതിനിധികളുണ്ട്, അതുപോലെ തന്നെ ഈ ശബരിമല ആചാരാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി സമുദായങ്ങളുണ്ട്. ആ സമുദായത്തിന്റെ തലപ്പത്തുള്ള ആളുകളുണ്ട്, അതുപോലെ ഗുരുസ്വാമിമാരുണ്ട്, എല്ലാവരും ഉണ്ട്, മേൽശാന്തിമാരുണ്ട്, മുൻ ശബരിമല മേൽശാന്തിമാരുണ്ട്. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഈ പന്തളത്ത് യഥാർത്ഥ അയ്യപ്പ സംഗമം ഇതാണെന്നാണ്. യഥാർത്ഥ അയ്യപ്പ സംഗമം അത് ഭക്തന്മാരും വിശ്വാസികളും പരിപൂർണമായി വിജയിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞങ്ങളൊക്കെ ഇവിടെ വന്നത് രാഷ്ട്രീയം നോക്കിയല്ല. ഞങ്ങള് വിശ്വാസികൾ എന്ന നിലയ്ക്ക് സംഘാടക സമിതി ക്ഷണിച്ചു. അതുകൊണ്ട് ഞങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. പമ്പയിൽ നടന്നതിന് ഞങ്ങളെ ക്ഷണിച്ചിട്ടില്ല. എല്ലാ വിശ്വാസികളും ക്ഷണിച്ചോ ഞങ്ങൾക്കറിയാം. ഞങ്ങളെ ക്ഷണിച്ചിട്ടില്ല. ഞങ്ങൾ രാഷ്ട്രീയം നോക്കിയല്ല ഇവിടെ വന്നത്, വിശ്വാസികൾ എന്നുള്ള നിലയിലാണ്. ഇതിനൊരു ഫോളോ അപ്പും വേണമല്ലോ. വികസനവുമായി ബന്ധപ്പെട്ട് പണമാണ് ഒരു പ്രധാന പ്രശ്നമായി അന്ന് TK അടക്കം ചൂണ്ടിക്കാണിച്ചത്. അപ്പൊ അതിന് കേന്ദ്രത്തിന്റെ എത്രത്തോളം സഹായം ഉണ്ടാകുമെന്നുള്ള കാര്യവും പരിശോധിക്കണമല്ലോ. അല്ല, ഇപ്പോഴ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് അവർക്കാണിപ്പം കേന്ദ്ര ഗവൺമെന്റ് ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട പണം കൊടുക്കുന്നത്. പക്ഷെ അത് ചെലവഴിക്കുന്നില്ല. അതായത് കേന്ദ്ര ഗവൺമെന്റ് ശബരിമല വികസനത്തിന് വേണ്ടി അനുവദിച്ച തുക പാഴായിപ്പോയി. നമ്മൾ ഞെട്ടിപ്പിക്കുന്നതാ. ഈ സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കും ശബരിമലയുടെ കാര്യത്തിൽ
ഭക്തരുടെ കാര്യത്തിൽ, വിശ്വാസികളുടെ കാര്യത്തിൽ യാതൊരു ആത്മാർത്ഥതയും ഇല്ല എന്നുള്ളതാണ് ഈ അവഗണന വ്യക്തമാക്കുന്നത്. അവഗണന മാത്രമല്ല, പിണറായി വിജയൻ എപ്പോഴും ശബരിമലയെയും ശബരിമല തീർത്ഥാടനത്തെയും അപമാനിക്കാൻ, അവഹേളിക്കാൻ, അട്ടിമറിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം. കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത പൈസ അതുപോലെ പാഴായിപ്പോയി. മുഖ്യമന്ത്രി പറയട്ടെ ഉത്തരം. കേന്ദ്ര ഗവൺമെന്റ് നൽകിയ പണം വിനിയോഗിച്ചോ ഇല്ലയോ എന്ന് മുഖ്യമന്ത്രി പറയട്ടെ. പക്ഷെ ഇനി ബദലായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടതാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, ഞങ്ങളല്ല പറയേണ്ടത്, ഇവിടെ ശബരിമല കർമ്മസമിതി സംഘാടകര് ഇവിടെ വികസനത്തെ സംബന്ധിച്ച് സമഗ്രമായ രൂപരേഖ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതിനെ സംഘാടകർ, പന്തളത്ത് നടക്കുന്ന ഈ ശബരിമല അയ്യപ്പ സംഗമത്തിലെ സംഘാടകര് ഇതിനെ സംബന്ധിച്ച ഭാവി പരിപാടികളെ സംബന്ധിച്ചും ഇതിന്റെയൊക്കെ രൂപരേഖ അവർ അവതരിപ്പിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും യോഗി ആദിത്യനാഥിന്റെ കത്ത് ദേവസ്വം മന്ത്രി വായിച്ചടക്കമുള്ള വിഷയങ്ങൾ ഇപ്പോൾ പരിശോധിക്കുമെന്ന് തന്നെയാണ് ബിജെപിയുടെ പ്രധാനപ്പെട്ട നേതാവ് പറയുന്നത്. ശ്രീത് ദേവസ്വം മന്ത്രി അവിടെ പ്രൊജക്ട് ചെയ്ത് കാണിച്ചത് ആ കത്ത് മുഴുവൻ അവിടെ വേദിയിൽ വായിക്കുകയാണ്. ഞങ്ങൾക്ക് യോഗിയുടെ പിന്തുണയുണ്ട്, അല്ലെങ്കിൽ ബിജെപിയുടെ പരോക്ഷ പിന്തുണ തരത്തിൽ അത് പ്രതിപക്ഷം പിന്നീട് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. പ്രതീക്ഷണമൊക്കെ ഇവർ തമ്മിലുള്ള അന്തർധാരയുടെ ഒരു ലക്ഷണമാണ് എന്നുള്ളത് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ പരിശോധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായും രഞ്ജിത്ത്, ഇതില് രണ്ട് തലയുള്ള വാളെന്നൊക്കെ പറയില്ലേ, ഇരുതല മൂർച്ചയുള്ള വാളെന്നൊക്കെ പറയില്ല, അതേപോലെയാണ്. ഇപ്പം ബിജെപിക്ക് സംഘപരിവാറിന് മറുപടി പറയാനാണ് അങ്ങനെ ഒരു കത്ത് കൊണ്ടുവന്നതെങ്കിൽ അതിനപ്പുറത്തേക്ക് കോൺഗ്രസിന് അതൊരു ആയുധമായി മാറ്റി ഫലത്തിൽ മാറി എന്നുള്ളതാണ്. ഇന്നലെയും മന്ത്രി വി എൻ വാസവൻ ചൂണ്ടിക്കാണിച്ചത് അങ്ങനെ ഒരു ബോധപൂർവ്വം കാണിച്ചാൽ എല്ലാ മുഖ്യമന്ത്രിമാർക്കും കത്തയച്ചിരുന്നു. അതിൽ നിന്ന് വന്നൊരു മറുപടിയുടെ ഭാഗമാണ് യോഗിയുടെ കത്തും എന്ന് ചൂണ്ടിക്കാണിക്കാൻ. പക്ഷേ യോഗിയെ പോലെ അത്രയും തീവ്ര നിലപാടെടുക്കുന്ന ആളെന്നാണ് CPM എപ്പോഴും പറയുന്നത്. പക്ഷേ ഇന്നലത്തെ കത്തിൽ അത്ര തീവ്ര നിലപാടൊന്നും ഉണ്ടായിരുന്നില്ല ശബരിമലയുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ടാണ് തങ്ങൾ ആ കത്ത് വായിച്ചത്. അതിനൊരു ന്യായം എന്ന് പറയുന്നത് എല്ലാ മുഖ്യമന്ത്രിമാർക്കും സാധാരണയായി ഇത്തരം കത്തുകൾ ചെല്ലുമ്പോൾ അവർ മറുപടി കൊടുക്കാറുണ്ട്. പക്ഷേ അദ്ദേഹം പോലും അറിഞ്ഞു കാണില്ല, ഓഫീസിന്റെ ഭാഗത്ത് നിന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്താണ് ഈ കത്ത് പോകുന്നത്. അങ്ങനെ ഒരു സ്വാഭാവിക മറുപടി എന്നതിനപ്പുറം അതിന് എന്തിന് ഈ വേദിയിൽ വാസവൻ വലിയ കാര്യമായി കാണിച്ചു എന്നുള്ളതാണ്. തീർച്ചയായും അതിൽ രാഷ്ട്രീയമുണ്ട് രഞ്ജിത്ത്. അത് കേരളത്തിലെ സംഘപരിവാർ ഒരു പരിധിവരെ ബഹിഷ്കരിച്ചു നിൽക്കുന്നു എന്ന് കാണുന്ന ഒരു വേദിയിൽ സംഘപരിവാറിന്റെ ഏറ്റവും ഉന്നതനായ ഒരു നേതാവിന്റെ കത്ത് തന്നെ തങ്ങൾ വായിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഫലത്തിൽ അവർ കാണിക്കാൻ ശ്രമിച്ചത്. പക്ഷേ അത് ഒരു വശത്ത് അതിന് സംഘപരിവാറിന് മറുപടി കൊടുക്കാമെങ്കിലും അവിടെയും പിന്നീട് ചോദ്യങ്ങൾ ഉയർന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്ന ചോദ്യം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ മുഖ്യമന്ത്രിയുടെ മാത്രമാണോ മറുപടി വന്നത്? മറ്റു പലരുടെയും മറുപടി വന്നു എന്ന് പറയുന്നത്, പക്ഷേ അത് വായിച്ചില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അത് കൃത്യമായി ആന്ധ്ര, തെലങ്കാന, കർണാടക, ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ ഇത്ര ആളുകളെ നേരിട്ടാണ് മന്ത്രിയും അടക്കം പോയി ക്ഷണിച്ചത്. അതെ. അപ്പൊ അതുകൊണ്ട് അതിന് ആ മറുപടി വായിക്കാത്തതിന് പിന്നിൽ നമ്മൾ കാണേണ്ടത് തീർച്ചയായും രാഷ്ട്രീയമുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ആ രാഷ്ട്രീയത്തിലും ഒരുപക്ഷെ സർക്കാരിന് പിഴച്ചോ അല്ലെങ്കിൽ ദേവസ്വം വകുപ്പിന് പിഴച്ചോ എന്നുള്ള സംശയം അവിടെ ബാക്കിയാവുകയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, എല്ലാത്തിലും രാഷ്ട്രീയമുണ്ട് എന്ന് തന്നെ നമുക്ക് കാണേണ്ടി വരും. ഇപ്പോൾ പന്തളത്ത് പമ്പയിൽ നടന്ന സംഗമത്തിനാണെങ്കിലും രാഷ്ട്രീയമുണ്ട്, ഇവിടെ നടക്കുന്ന മറുപടിക്കാണെങ്കിൽ രാഷ്ട്രീയം